സിജോ പറഞ്ഞോ. സിജോ ഇങ്ങനെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇത് 15 ലക്ഷം 20 ലക്ഷം രൂപ ഞാൻ PR കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസ് ചോദിച്ചത്. അവൻ്റെ അടുത്ത് തെളിവുണ്ടെന്ന് പറയണ്ട. സിജോ കേൾക്കണ്ട. വീട്ടിലേക്ക് വരും സമയമുണ്ടപ്പോ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചാനലുകൾ നിലത്തിരുന്നു. ഞാൻ തെളിവാണിക്കുന്നത്. ഈ സിജോ പിന്നെ പറഞ്ഞല്ലോ ഇങ്ങനെ ഇങ്ങനെ. പക്ഷെ അവർക്കൊക്കെ അറിയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ PR ആരാണെന്ന് അറിയോ? ജിൻഡോ തന്നെ. എൻ്റെ PR ഒരാളെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ PR ഉണ്ട്. ആരെന്നറിയാം? ഇവരുടെയൊക്കെ PR ആയിരുന്നു എൻ്റെ PR. അത്ര ഓർത്താൽ മതി എൻ്റെ കളി എങ്ങനെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആൾക്കാരായിരുന്നു എൻ്റെ PR. മനസ്സിലായോ? അല്ലാണ്ട് ഇവര് കളിക്കണ ഈ മറ്റേ കളിയല്ലത്. വേണമെങ്കിൽ ചിന്തിക്കാത്ത ലെവലിൽ ഞാൻ ചിന്തിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ PR കൊടുത്ത് കാശ് കൊടുത്ത് നിങ്ങൾ പക്ഷെ വർക്ക് ചെയ്ത് എനിക്ക് വേണ്ടി കഴിക്കും. ഈ ജിൻഡോയ്ക്കെതിരെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അറിയോ? ഇപ്പൊ നമുക്ക് പെണ്ണുകൊണ്ട് എനിക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. പെണ്ണ് പിടിക്കണല്ലേ? പെണ്ണോട് കേസ് അറിയാം. ഞാൻ അവർക്ക് ഇതുവരെ ഷെയ്ക്കാൻ്റെ കൊടുത്തില്ല. ആർക്ക്? ആ പെൺകുട്ടിക്ക് ഞാൻ ഇതുവരെ ഷെയ്ക്കാൻ്റെ കൊടുത്തില്ല. ആ കുട്ടി എന്നിട്ട് എനിക്കെതിരെ ഞാൻ പക്ഷെ കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. അവർക്കല്ല, കുറെ വീട്ടുകാർ ഫാമിലിക്കൊക്കെ. അത് കഴിഞ്ഞിട്ട് കാശ് വയ്ക്കാൻ ചെന്നപ്പോ ഏതിട്ട് കാശ് വയ്ക്കാൻ ചെന്നപ്പോ വീട്ടിൽ ചെന്നപ്പോ പിറ്റേ ദിവസം കേസ് കൊടുക്കാൻ ഭർത്താവ് ഉണ്ടായില്ല. ഞാൻ മുടിയിൽ കറക്കി പിടിച്ചടിച്ചത്. അടിച്ച് കയറി പിടിക്കാൻ ചെന്ന് അങ്ങനത്തെ കുറെ കേസ് കൊടുത്തത്. സിജോ അല്ല, അത് പെണ്ണ് അമ്മമാരെ പണിയാണ്. മനസ്സിലായ? അപ്പൊ ആ പെണ്ണ് അപ്പൊ അതിന്റെ പിറ്റേ ദിവസം മറ്റേ അവരുടെ വക്കീല് കോംപ്രമൈസ് വിളിച്ചു. നിന്റെ അത് പെണ്ണ് കേസിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളെന്താന്ന് അറിയാമോ? വക്കീലിനോട് പറഞ്ഞു പട്ടി വരുന്നു. അത് ആ സാധനം എന്താ പറയുക, ജില്ലാ കോടതി ഇതൊന്നുണ്ടായിരുന്നു. ബെയിലൊന്നും തന്നില്ല. സുപ്രീം കോടതി കൊടുക്കുന്നു. ബെയിൽ തന്നെ തരട്ടെ. സ്നേഹം പോകാൻ ചെയ്യുന്നത് കേസ് എന്തായാലും ഞാൻ കേസുകാരായിട്ട് തന്നെ പോകുള്ളൂ. കാരണം സിജോക്കെതിരെ കേസ് കൊടുക്കും. സിജോ പറയുന്ന സാധനം അറിയോ? സിജോന്റെ കല്യാണത്തിന് മുമ്പുള്ള പക്ഷെ സിജോയുടെ കല്യാണത്തിനൊക്കെ ജിൻഡോ വന്നിരുന്നല്ലോ. അവൻ പറഞ്ഞ് വേറെ സാധനം കേട്ടോ. അവൻ മണ്ടനാണെന്ന് ആലോചിക്കണേ. മണ്ട ശരിക്കും അവനാണ്. എന്താ കാരണം അറിയോ? അവൻ്റെ വീഡിയോസിനോട് പറഞ്ഞ അവൻ ഇരുന്ന് അവൻ്റെ ചാനലിൽ പറഞ്ഞു ഓർമ്മയുണ്ട. അതായത് എന്നെ ആരും ബാച്ചലർ പാർട്ടിക്ക് വിളിക്കാറില്ല. എല്ലാവരും വിളിച്ചതിനുള്ള തെളിവും കാര്യങ്ങളും അവൻ വരെ വിളിച്ചതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ആ പൊട്ടനുള്ള വെളിവുണ്ടാ. ഞാൻ അങ്ങടെ പറഞ്ഞ് എടാ ഞാൻ വരില്ല, ഇങ്ങനെ തിരക്കുണ്ട് കാര്യങ്ങളുണ്ട്, ഞാൻ വരില്ല എന്ന് പറഞ്ഞത്. അവൻ്റെ കല്യാണത്തിന് വിളിച്ചിട്ട് സദ്യക്ക് വിളിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് അവിടെ പോയി കല്യാണം കൂടി തിരിച്ചു പോകുന്ന ആളാണ് ഞാൻ. കാരണം എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായോ? അപ്പൊ അവരുടെ പരിപാടിക്ക് വിളിച്ചിട്ട് ഞാൻ പോവാത്തല്ല. എത്ര അപ്സരയുടെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൂടിയെന്നോ എല്ലാ പരിപാടിക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് ബാക്കിയല്ല എന്തൊക്കെ തോന്നുന്നു ഇവിടെ നടന്നേക്കണ എല്ലാ പരിപാടിക്കാനും വിളിച്ചിട്ടുണ്ട്. ഞാൻ പോവാത്തത് എൻ്റെ സമയമില്ലാത്ത കൊണ്ടാണ്. കാരണം ഞാൻ ഒരു 8 ഫിറ്റ്നസ് സെൻ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെന്ന് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിലേ പോളായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ പോയി പിന്നെ ആൾക്കാർ നല്ല തേപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാനുണ്ട്. എന്തായാലും വമ്പം കഥകളുണ്ട്. ഈ കള്ളക്കടത്ത് അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലത്തുള്ള കേസുകളൊക്കെ വരുമ്പോൾ സിജോ എടുക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. എല്ലാം വെട്ടി തുറന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറയും. ഇപ്പൊ സിജോന് മാത്രമാണ് ഇവരെല്ലാവരും. സിജോ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയോ? ഞാൻ പറയാത്തത് എന്താണെന്നറിയോ? ഞാൻ തന്നെ അവന്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഉണ്ടെന്ന് കൊടുത്താൽ അത് മനസ്സിലാക്കിയത്. കാരണം അവൻ കയറി അറിയണ ഹോട്ടലടക്കം സാധനങ്ങളടക്കം എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസ് കഴിഞ്ഞിട്ടും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറയാത്തതും അതായത് അവരെ ആലപ്പുഴക്കാർ തന്നെ അവനെ പിടിച്ച് കെട്ടിയിടാൻ പോയതാണ്. ഞാൻ എന്നോട് പറഞ്ഞിട്ട് നിന്റെ ബിഗ് ബോസിലെ താരം ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനെന്താ പറഞ്ഞറിയോ? വിട്ടേരെ ഫാമിലിയാണ്. പക്ഷെ അവരൊക്കെ എടുത്ത് വെച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ പറയാതെ വളാക്കി എടുക്കരുത്. പിന്നെ വേറെ കാര്യമുണ്ട്. ഇവരൊന്നും പറയേണ്ട ആവശ്യമില്ല. പിള്ളേര് ചവിട്ടി കാട്ടിക്കളയാണ്. പറഞ്ഞില്ലെന്നല്ല. ജിൻഡോ ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അത് മുടങ്ങിപ്പോയി. ഇതിനകത്ത് എന്തെങ്കിലും ആരെങ്കിലും എന്റെ പുറകെ കളിച്ചിട്ടുണ്ടോ ഇതിനെതിരെ? പിന്നെ എല്ലാവരുണ്ടല്ലോ. അതുകൊണ്ട് മുടങ്ങിപ്പോയതല്ല. പക്ഷെ എല്ലാവരും പരിശ്രമിച്ച് അതുകൊണ്ട് മുടങ്ങിപ്പോയതല്ല. കാരണം അത് എന്താ പറയാ വേറെ ഇഷ്യൂസാണ്. കാരണം നമുക്ക് പെണ്ണിനെ കുറിച്ച് പറയാൻ നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. എൻ്റെ വീട്ടിലടാ
ഞാൻ അവിടെ നിൽക്കില്ല എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നടന പക്ഷെ അത് ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഞാൻ ഒരു 3 വർഷം സ്നേഹിച്ചാണ്. ഞാൻ അവളെ കണ്ടിട്ടില്ല. കാണാണ്ടിരുന്ന കുട്ടിയെ കുറിച്ചിട്ട് വന്ന് കണ്ടു 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആൾ പോയി, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇവർ പറഞ്ഞിട്ടാണ് അതും എൻ്റെ കല്യാണം എൻ്റെ ഈ കൊണ്ടുവരാനോട് നടക്കാമെന്ന് വെച്ചാൽ. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ ഇറങ്ങാൻ പോകുന്ന സിനിമ ഒരു 100 കോടിക്ക് മേളിൽ കളക്ഷൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അതൊന്നും പറയാൻ പറ്റില്ല. ഒന്ന് ഓടി കിട്ടിയെന്ന് ജയിച്ചാൽ മതി. നിങ്ങൾ പൊട്ടപ്പടവിൽ പോയി കണ്ടോ കേട്ടോ. നല്ല പടാവട്ടെ, അങ്ങനെയല്ല നമ്മൾ വിചാരിക്കാം. ജിൻഡോടെ പടം എന്ന് പറയുമ്പോൾ ഒരു 100 കോടി ജനങ്ങൾ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് കാണണം. കാരണം വെച്ചാൽ നമുക്കും എല്ലാവർക്കും പടം ചെയ്യാൻ പറ്റും. എല്ലാവർക്കും എന്താ പറയാ. അപ്പൊ ഇപ്പൊ ഒരു മറുപടിയായി സെലിബ്രിറ്റീസിന്. അല്ല, ആർക്കും ഒരു നടനാവാന്നുള്ളൊരു. അല്ല അങ്ങനെയല്ല. ഒരാൾക്കാരുടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാൻ പറയാം മുഖം. അതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്ത് ഞാൻ 3 വർഷം ഡെഡിക്കേഷൻ ചെയ്ത് ബിഗ് ബോസിൽ പോയി കപ്പ് അടിച്ചിരുന്നത്. ഞാൻ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ഞാൻ 4 ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ട് പോയത്. കണ്ടില്ലേ, കപ്പ് അടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ അത്രയും കടിച്ചായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ലാലനോട് അവിടെ കയറുന്നതിന് മുമ്പ് ഞാൻ ഇപ്പൊ ഈ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ പോകണം. നീ എന്താ പറയാനുള്ള ജനങ്ങളോട്? ഇതായിട്ട് പറയലട്ടോ. എന്നാലും റിലീസായിട്ടില്ലല്ലോ. റിലീസല്ല. ജനങ്ങളോട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയൊരു നടനാവും അങ്ങനെയുള്ളൊരു ഇതിൽ വലിയ നടനൊന്നും ആവില്ല. അതെനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ശ്രമിക്കും. അങ്ങനെ നമ്മൾ വലിയ നടനാവും. ആവണം. നമ്മൾ വാക്ക് കൊടുത്ത് നമ്മളാവണം. നമ്മൾ വാക്ക് കാര്യം ചെയ്ത് നമ്മളാവും. ആവണം. കപ്പടിച്ചു. കപ്പടിക്കും. അതുപോലെ എന്തെങ്കിലും. ഓക്കെ, അപ്പൊ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതെ, ഇനി സീസൺ 7 വരാമാണ്. അപ്പൊ ആരൊക്കെ ഉണ്ടാവുന്നതിലും ഉണ്ടോ? അറിയോ? ഉണ്ടാവുന്ന ആൾക്കാരെല്ലാം എനിക്കറിയാം. ആരൊക്കെ ഉണ്ടാവും അത് ഞാൻ പറയണം. നല്ല ടീമാണ്. സീസൺ 7 അടിപൊളിയായിരിക്കും. ഞങ്ങളുടെ സീസണിലൊക്കെ നല്ല ഹൈപ്പായിട്ട് നടക്കട്ടെ. കാരണം ഏഷ്യാനെറ്റ് എപ്പോഴും അതിനെ ഹൈപ്പാക്കി കയറ്റിക്കൊണ്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏഷ്യാനെറ്റ് കിട്ടാൻ പറയാത്ത ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ. അതെ, ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും നല്ല വിന്നർ ജിൻഡോ ചേട്ടനായിരുന്നു. അവര് പറഞ്ഞു ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വലിയ വിജയം നടന്നത് സാറും ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നിട്ടും എന്ത് കാര്യം നടന്നാലും എന്ത് ചെയ്താലും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ഇനി ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. എൻ്റെ പടങ്ങൾ വന്നാലും ദൈവത്തോടത്തെ വിഷയത്തിൽ എടുക്കണം, പ്രോത്സാഹനം എടുക്കണം. കാരണം എനിക്ക് വന്ന് ചവിട്ടിയ കാലം ഞാൻ ഒരിക്കലും ഇത് പറയാറില്ല. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരെ എന്താ പറയുക ആപ്ലിക്കേഷൻ വന്നിട്ട് 25 പേരെ അവിടെ സെലക്ട് ചെയ്ത് കയറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ 25 പേരും സെലിബ്രേറ്റ് ചെയ്യാം. അത് അവർ നോക്കിയാൽ. കാരണം ഫസ്റ്റ് ഔട്ടായി നമ്മുടെ ചങ്ക് ബ്രോ ഇവിടെ ആരാ ചേട്ടൻ പേര് വന്നില്ലടാ. രതീഷേട്ടൻ. സോറി ചേട്ടാ, വേറെ തോന്നല്ലേ, മെമ്മറി ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ രതീഷേട്ടൻ വരെ വൈറലാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും പറ്റും. ആ പ്ലാറ്റ്ഫോം നിങ്ങളെ 3 മാസം കൊണ്ട് വേണ്ട ഒരാഴ്ച കൊണ്ട് ഹൈ ലെവൽ സെലിബ്രേറ്റ് ആക്കും. പരിശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഒരു തംസ് അപ്പ്. ഓക്കെ, ഇതിന്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞു. എന്താ പറയാ, നമ്മളെ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഒരാഴ്ചയിൽ 4 ദിവസമെങ്കിലും ഞാൻ ഓരോ സ്റ്റോറി വെച്ച് കേൾക്കാറുണ്ട്. ഒരു ദിവസം 4 സ്റ്റോറി? ഒരു ദിവസമല്ല, ഒരാഴ്ചയിൽ 4 സ്റ്റോറിയെങ്കിലും ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആ കേട്ടിൽ മാത്രം ഭയങ്കര സെലക്റ്റീവ് ഉണ്ട്. ആ സ്റ്റോറി വൈസ്, നമുക്ക് ആർട്ടിസ്റ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്റ്റോറി വൈസ് പിടിച്ച് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോറി, നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു പടം ഇറക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ദയാവധം ചെയ്ത് ദയാവധം പൂർത്തീകരിച്ച്. അതെങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അടിപൊളിയാണ്. വേറെ നമുക്ക് ബിഗ് ബോസ് പോലെ തന്നെ ഒരു ചർച്ചാ വിഷയം ആവണ സാധനമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. അത് കാരണം വെച്ചാൽ നമ്മൾ UK ബേസിക്കലി ഉള്ളത്, ദൈവം ഉള്ളത് UK. അതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നാലുള്ള അവസ്ഥ, വീട്ടിൽ കഴിഞ്ഞാൽ അപ്പനെയും അമ്മേനെയൊക്കെ ഒന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അത് അപ്പോൾ അല്ലാതെ എന്തിനാന്ന് വെച്ചാൽ അവർക്ക് മരിക്കാൻ കിടക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അതെല്ലാം ഇവിടെ അത് കൊണ്ടുവന്നാൽ ശരിയാവില്ല എന്നുള്ള സാധനമാണ് കൂടുതലും വന്നത്. പക്ഷെ എന്നാൽ കൊണ്ടുവന്നാൽ ശരിയാവും. ആ പടം അത് ചർച്ചാ വിഷയമാണ് സാധനമാണ്. പിന്നെ ഇപ്പോൾ അടുത്ത മൂവി വന്നാണ് ഇപ്പോൾ ഫാമിലി സർക്കസ്. ഞാൻ നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നില്ലേ, വേറെ 5 മൂവി ഒക്കെ അത് ഒന്നുമല്ല കേട്ടോ, വേറെ 5 ഉണ്ട്. അപ്പോൾ എത്ര ഇപ്പോൾ? ഇപ്പോൾ 3-4 ചെയ്ത് ചെയ്യും. മൂന്നാമത്തെ പടം അത്. അപ്പോൾ
ഇത് ഫാമിലി സർക്കസ് എന്ന് വെച്ചാൽ ഫാമിലി മൂവിയാണോ? ഇത് ഭയങ്കര ഫാമിലി മൂവിയാണ്, ഭയങ്കര കോമഡിയാണ്. എന്താന്ന് വെച്ചാൽ ഇതൊരു കോമഡി ചിത്രത്തിലാണ് ജിൻഡോ നായകനാവുന്നത്. കോമഡിയും സീരിയസ് ആയിട്ട് പോകുന്ന സാധനമാണ്. കാരണം നമ്മൾ ഡയറക്ടർ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവും തമ്മിൽ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ നല്ലതായിരിക്കും, ചില ഭാര്യ ഭർത്താവ് എപ്പോഴും തമ്മിൽ ഗിരിമാമ്പായിരിക്കും. പക്ഷെ അവർ പുറത്ത് കാണിക്കാൻ എന്തായിരിക്കും? വേറൊരു സാധനമായിരിക്കും. പക്ഷെ അത് അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് പടമാണ്. പിന്നെ അതല്ലാണ്ട് അങ്ങനെ സംഭവിക്കുന്ന വേറെ സാധനമുണ്ട്. നമ്മുടെ ഹസ്ബൻഡിങ് ഗോവയിൽ അപ്പം ആ സാധനം കണ്ട അതുപോലത്തെ ഒരു ത്രെഡിലൂടെ കടന്നു വരും. പിന്നെ വേറൊരു ആളെ ആടാവുണ്ട്. അവിടെ നിന്ന് തന്നെ ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ട്വിസ്റ്റാണ്. ഇതിപ്പോ അടുത്തൊരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വരുമോ ജിൻഡോ? ഒന്നും വരില്ല. ആദ്യം സൂപ്പർ സ്റ്റാർ എന്നാവണ്ട, എനിക്കൊരു നടനാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ നടനാവും എന്തായാലും. കാരണം മമ്മൂട്ടി, മോഹൻലാൽ ശരിക്കും പറഞ്ഞപ്പോൾ ഞാൻ ബിഗ് ബോസിൽ പോയിരുന്നില്ലെന്നറിയോ? അതായത് നമ്മൾ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ട്രെയിൻ ചെയ്യിക്കണ്ടല്ലോ. അപ്പോൾ ആ ട്രെയിൻ ചെയ്യിക്കുന്ന സമയത്ത് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ. അല്ല, അവരെ ട്രെയിൻ ചെയ്യിച്ച് സെറ്റാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു ചാൻസ് കിട്ടായിരിക്കും എന്നുള്ളതില് കുറേ ആൾക്കാരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അതിനകത്ത് ഒരാൾ എന്നോട് പറയാം, ഇതിപ്പോ ഞങ്ങളുടെ ഫീൽഡിലേക്ക് കടന്നു വരില്ല. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിനക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ആളെ പറയാൻ പറ്റില്ല, അതല്ലേ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ, അതായത് എന്നോട് പറയാ, ഞങ്ങളുടെ ഫീൽഡിലേക്ക് കടന്നു വരണ്ട, ഞങ്ങള് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ആ ഫിറ്റ്നസ് മേഖലയിലാണ്. മാർഷൽ ഞങ്ങൾ വരും, കാരണം അതിന് നിങ്ങൾ പുലിയാണ്. പക്ഷെ ഞങ്ങളുടെ മേഖലയിലേക്ക് വന്നാൽ ഇതിന്റെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ്. ആരെ പറഞ്ഞത്? അത് പറയാൻ പറ്റില്ല. അത് പറയാം. നടനാണോ നടിയാണോ? അതൊന്നും പറയില്ല. അപ്പൊ ആവശ്യമത്തിലാണോ ജിൻഡോ ബിഗ് ബോസിൽ പോയത്? അപ്പൊ ഞാൻ തീരുമാനിച്ച കാര്യം അറിയോ? അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ചോദിച്ചു. അപ്പൊ നമ്മൾക്ക് മനുഷ്യർക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാവുന്നത്, ഇഷ്ടമാവുന്നതാണ് പറയുന്നത്. അപ്പൊ ഞാൻ രാഷ്ട്രീയം ചിന്തിച്ചു, നടക്കൂല. വേറെ പല കാര്യങ്ങളും ചിന്തിച്ച് നടക്കല്ല. പിന്നെ ഞാൻ അവസാനമായിട്ട് തീരുമാനം എടുത്തത് ബിഗ് ബോസ്. പക്ഷെ ബിഗ് ബോസിലേക്ക് എന്നെ കുറേ നാളെ വിളിക്കുന്നു. ഞാനൊരു തമിഴ്, ഹിന്ദി, മലയാളം ഇതൊക്കെ 2-3 വർഷമല്ലായതുകൊണ്ടുണ്ട് മലയാളം ബിഗ് ബോസ്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പൊട്ടനായിരിക്കും. പക്ഷെ മണ്ടൻ പറഞ്ഞാലും ബിഗ് ബോസിൽ അത് കുഴപ്പം. മണ്ടൻ പക്ഷെ അവരെ മണ്ടന്മാരാക്കണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മണ്ടൻ കപ്പടിച്ചല്ലോ അല്ലേ? മണ്ടൻ കപ്പടിക്കും. അത് വേറെ കാര്യം അറിയോ? ഇവര് ചിന്തിക്കണത്